കഴിഞ്ഞ ദിവസം നമ്മൾ ടെൻ്റ് അടിച്ചത് ഉംറാങ്സോയിലെ ഗോൾഫിലാണ്. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ നല്ല അടിപൊളി വ്യൂ. അങ്ങനെ നമ്മൾ വെള്ളത്തിലിറങ്ങി കുളിച്ചേട്ടാ. വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. പോണെങ്കിൽ നമ്മുടെ ഇമ്രാൻ ബ്രോ വിളിച്ചിട്ട് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10:30 നമ്മൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് ലഞ്ച് കഴിക്കാമെന്ന് വെച്ച്. കാരണം ഉച്ചയ്ക്ക് ഇനി നമ്മൾ എന്തായാലും ഒന്നും കഴിക്കില്ല. അങ്ങനെ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് ഇവരെ കണ്ടുപിട്ടിട്ട് അങ്ങനെ അവരോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒരു ചായ കുടിച്ച് ഇറങ്ങാറായിട്ടാണ് നമ്മൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെ കണ്ടത്. ആളേക്ക് ഇട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവരോട് എല്ലാവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേട്ടാ. ഓണയിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുകൂട്ടേണ്ടേട്ടാ. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഈ കാണുന്നത് ഈ നാട്ടിലെ ഒരു സിമെന്റ് ഫാക്ടറി ആണ്, ഡാൽമിയ സിമെന്റ് ആണ്. അതുപോലെ ഇവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തം ഈ ഒരു കമ്പനി തന്നെയുണ്ട് തൊഴിൽ. നമ്മളങ്ങനെ കുറേ നേരം കയറി വന്നിട്ട് അവസാനം നല്ലൊരു ഇറക്കം കിട്ടി. അപ്പോഴാണ് നമ്മൾ വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടിട്ട് ഇവന്മാർ ഇവിടെ കുളിക്കാൻ പോയിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ, നല്ല അടിപൊളി റൂട്ടാണ്. ഇപ്പോഴാണ് ആ ഒരു പയ്യൻ ബൈക്കൊക്കെ ആയിട്ട് വന്നേട്ടാ. അവൻ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോണെങ്കിൽ ഒരു പയ്യനെ കണ്ടുപിട്ടിട്ടാ. വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കേട്ടാ. ഇവിടുത്തെ ഗ്രാമത്തിലെ ഒരു ട്രൈബൽ ഡാൻസ് ആണ് ഈ കാണുന്നത്. ബോറോ എന്ന് പറയുന്ന ട്രൈബാണ്. നാളെ കാളി പൂജയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് പറഞ്ഞത്. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയേട്ടാ. അപ്പോഴാണ് ഈ ഒരു പയ്യനെ കണ്ടുകൂട്ടി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അവനെയും കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യുമെന്ന് വെച്ചാൽ അവനെയും ആഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ കണ്ടിട്ട് ഇവർ നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു പയ്യൻ്റെ വീട്ടിലെത്തിയേട്ടാ. അപ്പോൾ അവൻ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തങ്ങാനുള്ള റൂമൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടാ.